ജൂം തരാറാ ബാൻഡ് റോഡ് ട്രിപ്പിന് പോവുകയാണ്. എല്ലാം എടുത്തിട്ടില്ലേ? ഒന്നും മറന്നിട്ടില്ലല്ലോ? ഇല്ല. വേഗം വാ, മീറ്റിംഗ് ഇപ്പോ തുടങ്ങും. ഹേയ്, ഇതും കൂടി. നമ്മുടെ യാത്ര ഇന്ന് തുടങ്ങുകയാണ്. യാത്രയുടെ അവസാനമാണ് ആ വലിയ മത്സരം. നമ്മൾ ജയിക്കും, നമ്മൾ ജയിക്കും. ഇവന്മാരുടെ യാത്ര നശിപ്പിക്കണം. അത് ഞാൻ ഏറ്റു ബോസ്. Hey guys, selfie time. Say cheese. നമ്മൾ ഒത്തിരി സ്ഥലങ്ങൾ കവർ ചെയ്യും. പുതിയ സ്ഥലങ്ങൾ, ഫുഡ്, ജീവിത രീതികൾ. അത് നിങ്ങൾക്കൊരു നല്ല അനുഭവമായിരിക്കും. എനിക്ക് സാഹസികമായി ചിലത് ചെയ്യണം. പക്ഷേ ഡിസിപ്ലിൻ അതെനിക്ക് നിർബന്ധമാണ്. ജൂം, അദ്ദേഹം നിന്നെ കുറിച്ചാണ് പറയുന്നത്. നിനക്കാണ് ഡിസിപ്ലിൻ ഇല്ലാത്തത്. ഞാൻ എന്റെ സൈക്കിളിൽ പലയിടത്തും കറങ്ങും. വേണമെങ്കിൽ നിന്നെയും കൊണ്ടുപോകാം. ആരും തനിയെ എവിടെയും പോകില്ല. എല്ലാവരും എപ്പോഴും ഒരുമിച്ച്. ഡോണ്ട് വറി ജൂം, നിന്റെ ഇഷ്ടം പോലെ തന്നെ നമ്മൾ അഡ്വഞ്ചറിൽ തന്നെയാണ് തുടങ്ങുന്നത്. മലയുടെ മുകളിലുള്ള ഈ പഴയ ടെമ്പിൾ ആണ് നമ്മുടെ ആദ്യ സ്പോട്ട്. പ്ലീസ് വെയർ ദിസ്. ഇതൊരു വാച്ച് മാത്രമല്ല, ഒരു ട്രാക്കറും കമ്മ്യൂണിക്കേഷൻ ഡിവൈസുമാണ്. ഹേയ്, ഓ വൗ. So let's start. Yay! 3 cheers for our team. Hip hip hooray! Hip hip hooray! Hip hip hooray! What happened, Joey? പറയൂ ഗൈസ്, നമ്മുടെ ടീമിന്റെ കളി കാണണ്ടേ? പക്ഷെ ഇത് നമ്മുടെ യാത്രയുടെ പ്ലാനിൽ ഇല്ല ജോയ്.
നോ, ഇതും ഉണ്ടായിരുന്നു. ബട്ട് ഞാനൊരു സർപ്രൈസ് തരാൻ പറഞ്ഞില്ലേ. നമ്മുടെ ടീമിന് വേണ്ടി കൈയടിക്കാതെ പോകാൻ പറ്റില്ല ഗൈസ്, അല്ലേ? യെസ്, all for you. Wear it. Surprise again. Oh wow. What a color. ഗൈസ്, ഫുട്ബോളും മ്യൂസിക്കും ഒരുപോലെയാണ്. രണ്ട് കാര്യത്തിനും കഴിവും ഒത്തൊരുമയും വേണം. So come on. Yay! Woo 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 woo. Surprise! Woo! It's the match time! നമുക്ക് 6 മിനിറ്റ് ബാക്കിയുണ്ട്. നമുക്ക് ജയിക്കണ്ടേ? Yes! Then come on guys! Goal! Hey! Wow! Goal! 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 Hey! Wow! ഞാൻ ജയിച്ചു. നിനക്ക് എന്ത് പറ്റി ജൂം? ഞാൻ ഒരു നിമിഷം ഗ്രൗണ്ടിലാണെന്ന് വിചാരിച്ചു. ആ വിന്നിംഗ് ഗോൾ അടിച്ചത് ഞാനാണെന്ന്. നിനക്കല്ലെങ്കിലും സ്വപ്നം കാണൽ കൂടുതലാണല്ലോ. എന്തായാലും നമ്മുടെ ടീം ജയിച്ചു. ഈ മാച്ചിൽ ഒരു പാഠമുണ്ട്. എന്താണത്? ജയിക്കണമെന്ന് വാശിയുണ്ടെങ്കിൽ പിന്നിൽ നിന്നാലും കയറി വന്ന് ജയിക്കാം. അതാണ്. അപ്പോ സന്തോഷത്തോടെ നമുക്ക് നമ്മുടെ യാത്ര തുടരാം. അവന്മാരുടെ ടീം ജയിച്ചതിന്റെ സന്തോഷത്തിൽ അവന്മാരിപ്പോ വരും. അവന്മാരുടെ സന്തോഷം ഇനി അധിക കാലം ഉണ്ടാവില്ല ബോസ്. Oh, the adventure has begun. അമ്പോ, എന്തൊരു തണുപ്പ്. രാത്രി സ്റ്റേ ചെയ്യാൻ എന്തിനാ ഈ സ്ഥലം ചൂസ് ചെയ്തത്? ഈ കാട്ടിൽ ടൈഗർ ഉണ്ടാവോ? ടൈഗർ വന്നാൽ നമ്മൾ 5 പേരില്ലേ? നിങ്ങൾ 4 പേര് മാത്രം. ഞാൻ ഓടും. ഓടിക്കോ, ടൈഗർ വരുന്നേ, ടൈഗർ വരുന്നേ, ഓടിക്കോ. അവിടെ ടൈഗർ ഉണ്ട്. കാടല്ലേ, വൈൽഡ് ആനിമൽസ് ഒത്തിരി ഉണ്ടാവും. പക്ഷെ അതൊന്നും ആ അതിരുവിട്ട് പുറത്തേക്ക് വരില്ല. നമുക്ക് പോവാം, വെറുതെ അവർക്ക് തീറ്റ ആവണ്ട. ഈ യാത്ര സാഹസികമാകണമെന്ന് നമ്മൾ എടുത്ത തീരുമാനമാണ്. ഇതിനേക്കാൾ വലിയ കാര്യങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. Come on, നമുക്കിത് റോസ്റ്റ് ചെയ്യാം. ജൂം ഇതുവരെ വന്നില്ലല്ലോ. ഒന്ന് കറങ്ങിട്ട് വരാമെന്ന് പറഞ്ഞു പോയതാ അവൻ. What a place! Wow! നീ തിന്ന് ശരീരം നന്നാക്കാൻ വന്നതാണോ? വയറു നിറഞ്ഞാലേ എനിക്ക് ഐഡിയാസ് വരൂ. ആ മണ്ടൻ തിരികെ വരുന്നുണ്ട്. വേഗം റെഡിയാക. മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാനും സമ്മതിക്കില്ല. അവനെ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ അവരുടെ പദ്ധതികളെല്ലാം പൊളിയും.
അവൻ എത്തിക്കഴിഞ്ഞു. ഐ എം റെഡി. അവനെ തടഞ്ഞു നിർത്തി ഈ ട്രാക്കർ അവന്റെ ബാഗിൽ ഒളിപ്പിക്കണം. ഈ ട്രാക്കറിലൂടെ അവന്മാർ പോകുന്ന വഴി, പ്ലാൻ, സംസാരം എല്ലാം നമ്മൾ അറിയും. ഇതെങ്ങനെ അവന്റെ ബാഗിലിടും? ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. എന്നെ ഒരു കരടി അറ്റാക്ക് ചെയ്തു. ഞങ്ങളെ എപ്പോഴും ഉപദ്രവിക്കുന്നതല്ലേ, അങ്ങനെ തന്നെ വേണം. ആപത്ത് സമയത്ത് അങ്ങനെ പറയല്ലേ. എനിക്ക് ഇത്തിരി വെള്ളം തന്നാലും മതി. ആ കരടി പോയിട്ടില്ല, അവിടെ ഉണ്ട്. ഞാൻ പോവാ. നിന്റെ ബാഗ് മറക്കല്ലേ. ഫ്രണ്ട്സ്, നമ്മുടെ ജാലുവിനെ ഒരു കരടി ആക്രമിച്ചു. ജാലുവോ? അവൻ എന്താ ഇവിടെ? അവന്മാർ നമ്മളെ ഫോളോ ചെയ്യുവാ, ഉറപ്പാ. ഫ്രണ്ട്സ്, കാട്ടിൽ നിന്നും എനിക്ക് കുറെ ഫ്രൂട്ട്സ് കിട്ടി. ഇതെന്ത് ഫ്രൂട്ടാണ്? എവിടെ നോക്കട്ടെ. ഇതെന്തോ ഇലക്ട്രോണിക് ഉപകരണമാണല്ലോ. ഇതെങ്ങനെ എന്റെ ബാഗിൽ വന്നു? ഇതാ ജാലുവിന്റെ പണിയാ, നോ ഡൗട്ട്. എല്ലാവരും സൈലന്റ് ആവ്. ഒരു പണി ഒപ്പിക്കാം. അവന്മാർ പറയുന്നത് ഞാൻ ട്രാക്കറിൽ കേട്ടതാ. കാടിനുള്ളിൽ ഏതോ നിധിയുണ്ടെന്ന്. അവന്മാർ അങ്ങോട്ട് പോയേക്കുവാ. അവന്മാർ പോയ വഴി കാണിക്കുന്നുണ്ട്. വേഗം പോ. ഞാൻ ആ കാടിനുള്ളിലാ ട്രാക്കർ വെച്ചിരിക്കുന്നത്. അയ്യോ, അവിടെ ശരിക്കും കരടിയും പുലിയും ഇല്ലേ? ഇന്ന് അവന്മാർ ശരിക്കും മേടിച്ചു കൂട്ടും. സോ ഫ്രണ്ട്സ്, വളരെ മനോഹരമായ ദിവസങ്ങളല്ലേ കഴിഞ്ഞത്? യെസ്, നല്ല അടിപൊളി അനുഭവമായിരുന്നു. നമ്മുടെ കർണിയും ജാലവും ഉണ്ടായതുകൊണ്ട് നല്ല രസമായിരുന്നു അല്ലേ? രണ്ട് സൂപ്പർ വിഡ്ഢികൾ. നോ ജൂം, അങ്ങനെ ആരെയും മോശമായി പറയരുത്. ഇറ്റ്സ് ബാഡ്. അതെ, അല്ലെങ്കിലും റാമല്ല അവരുടെ പ്ലാൻ പൊളിച്ചത്, നമ്മൾ ആരുമല്ലല്ലോ. എന്റെ മാത്രം കഴിവല്ല, നമ്മുടെ യൂണിറ്റി. യെസ്, യൂണിറ്റി, അതാണ് സക്സസ്. വളരെ വലിയ യാത്രയാണ് നമ്മുടെ. യൂണിറ്റി എപ്പോഴും ഉണ്ടാകണം. നാളെ രാവിലെ നമ്മൾ പോകും അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക്. ഇതിനേക്കാൾ അടിപൊളിയായിരിക്കും നമ്മൾ പോകുന്ന അടുത്ത സ്ഥലം. അതെ, നമുക്കെല്ലാം പാക്ക് ചെയ്യണ്ടേ? വേണം. എന്നിട്ട് നേരത്തെ ഉറങ്ങണം. നേരത്തെ ഉറങ്ങുക, നേരത്തെ എണീക്കുക, അതും വിജയത്തിന്റെ ടിപ്പാണ്. ആരായി പറയുന്നേ? നേരത്തെ ഉറങ്ങുക, വൈകി എണീക്കുക, അതാണ് ഇവന്റെ പോളിസി. റാം എന്താ ചിന്തിക്കുന്നത്? ആ കർണിയും ജാലുവും എന്തിനാ നമ്മുടെ പിന്നാലെ കൂടിയിരിക്കുന്നത്? അറിയില്ല, ബട്ട് നമ്മൾ സൂക്ഷിക്കണം. അതെ, നമുക്ക് മ്യൂസിക് കോമ്പറ്റീഷൻ ഫസ്റ്റായി വിൻ ചെയ്യണം. യെസ്, അപ്പൊ നമുക്ക് പാക്കിംഗ് ആരംഭിക്കാം. എടാ കർണി, അവന്മാരെ പൂട്ടാനുള്ള നിന്റെ ഒരു വിദ്യയും നടക്കുന്നില്ല കേട്ടോ. എന്റെ ഐഡിയയുടെ കുഴപ്പം കൊണ്ടല്ല, ബോസിന്റെ മണ്ടത്തരം, അതാ കുഴപ്പം.
അവന്മാർ മ്യൂസിക് കോമ്പറ്റീഷനിൽ പങ്കെടുക്കരുത്, അത്രേ എനിക്കുള്ളൂ. എന്നാ ഞാനൊരു ഐഡിയ പറയട്ടെ. പൊട്ടത്തരമായിരിക്കും, എന്നാലും പറഞ്ഞോ. നമ്മൾ അടിച്ചു പിരിയുന്നു. ശരിക്കുമല്ല, ആക്ടിങ്. എന്നിട്ട് നമ്മളിൽ ഒരാൾ അവരുടെ കൂടെ കയറി പറ്റുന്നു. അത് കൊള്ളാം. ഇതെന്താ? എന്നെ രക്ഷിക്കണം. നിങ്ങളെ ഇനി ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞതിന് ആ ജാലു എന്നെ പുറത്താക്കി. ഇതെന്തോ ട്രിക്കാണ്. നമുക്ക് നോക്കാം. ഓ, അങ്ങനെയാണോ? എന്നാ നീ ഞങ്ങളുടെ കൂടെ നിന്നോ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. All the best, all the best. Get set, go! ബ്രോ, കുറച്ച് നീങ്ങിയിരിക്കാമോ? ശ്വാസം മുട്ടുന്നു. ഞങ്ങളുടെ കൂടെ വരണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ സഹിക്കണം. ഇല്ലെങ്കിൽ നീ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കോ. വേണ്ട ബ്രോ, ഇനി ഞാൻ നിങ്ങളെ വിട്ടു പോവില്ല. ചിരിച്ചോടാ. നിന്റെ ഒക്കെ ചിരി ഇനി കരച്ചിലാവും തീരുക. നോക്കിക്കോ. ശരിക്കും നീ ഇനി മ്യൂസിക് കോമ്പറ്റീഷൻ കഴിയും വരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും അല്ലേ? അതെ, തീർച്ചയായും. നിങ്ങൾ മ്യൂസിക് കോമ്പറ്റീഷൻ തോൽക്കണം എന്നാണ് ജാലുവിന്. നിങ്ങൾ തോൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്താ, കംപ്ലൈന്റ് ആയോ? റേഡിയേറ്ററിൽ വെള്ളം കുറവാ. എന്നാ കർണി പോയി വെള്ളം കൊണ്ടുവരട്ടെ. നിനക്ക് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കിട്ടുന്ന ഫസ്റ്റ് ചാൻസ് ആണ്. പോയി വെള്ളം കൊണ്ടുവാ. ഇവന്റെ ശരിക്കും ഉദ്ദേശം അറിയണം, അല്ലെങ്കിൽ നമുക്ക് ആപത്താണ്. അതെ, ഒരു വഴിയുണ്ട്. അവൻ വരട്ടെ. കർണി, ആ വെള്ളം ഒഴിച്ച് റെഡിയാക്കിക്കോ. ഞങ്ങളൊന്ന് കറങ്ങിയിട്ട് വരാം. പിന്നെ ദേ ആ പെട്ടി സൂക്ഷിച്ചോണം. ആ പെട്ടിക്ക് ഉള്ളിലാണ് ഈ കോമ്പറ്റീഷൻ ജയിക്കാനുള്ള മ്യൂസിക് നോട്ട്സ് ഉള്ളത്. മണ്ടന്മാർ എന്നോട് തന്നെ ആ രഹസ്യം പറഞ്ഞു. നീയൊക്കെ തോറ്റടാ. നിന്നെ ഞങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്തതാടാ സൂത്രക്കാരാ. എന്നെ കൂടി കൊണ്ടുപോ. ഞാനിത് സൂക്ഷിച്ചു വെക്കാൻ കൊണ്ടുവന്നതാ. നിന്റെ റിയൽ ഫ്രണ്ട് വരും, ആ ജാലു. അതുവരെ നീ ഇവിടെ നിൽക്ക് ഈ പെട്ടിയുമായി. ഫ്രണ്ട്സ്, ദേ കുന്നിൻ മുകളിലെ ക്ഷേത്രം. എന്തൊരു ഭംഗി! അവിടെ എത്താൻ ധൃതിയായി. അവിടേക്ക് എങ്ങനെ പോകും? നമ്മുടെ വണ്ടിയിൽ പോകാം. പക്ഷെ ഇവിടെ റോഡ് തീരാണ്.
ശരിയാ, ആ ടെമ്പിളിലേക്ക് ഒരു വഴി ഇല്ലാതെ ഇരിക്കില്ലല്ലോ. ഫ്രണ്ട്സ്, ഈ റോക്കിൽ ഒരു ഡോറുണ്ട്. പക്ഷെ അത് ഒരു ദിവസത്തിൽ 2 തവണ തുറക്കൂ. അത് ഓപ്പൺ ആകുമ്പോൾ നമുക്ക് അപ്പുറത്തേക്ക് കടക്കാം. നമ്മുടെ വണ്ടി ആ വഴി പോവില്ല, കാരണം ചെറിയ ഗേറ്റ് ആണ്. എന്നാ നമുക്ക് നടന്നു പോവാം. പക്ഷെ വെറും 10 സെക്കൻഡ് മാത്രമേ ഡോറ് തുറക്കൂ. നടന്നു പോയാൽ നമ്മൾ എത്തില്ല. അപ്പൊ 10 സെക്കൻഡ് കൊണ്ട് നമ്മൾ അപ്പുറത്ത് എത്തണം. ഇല്ലെങ്കിൽ നമ്മൾ ഈ റോക്കിനുള്ളിൽ കുടുങ്ങും. പിന്നെ ഗേറ്റ് ഓപ്പൺ ആവില്ല. അയ്യോ, എന്നാ നമുക്ക് തിരിച്ചു പോകാം. ഞാൻ നിങ്ങളെ 10 സെക്കൻഡിനുള്ളിൽ അപ്പുറത്തെത്തിക്കാം. ആദ്യം റാമും താരയും. അവരപ്പുറത്ത് എത്തിക്കാണുമോ? അതറിയില്ല. രണ്ടാമതും അത് തുറന്നു വരുന്നു. വേഗം വാ, നമുക്കിനി 5 സെക്കൻഡേ ഉള്ളൂ. ഇനി 1 സെക്കൻഡ് ബാക്കിയുള്ളൂ. ദേ, ഡോർ അടച്ചു തുടങ്ങി. അയ്യോ, ഇവിടെ നിന്ന് വേണം നമുക്ക് നടക്കാൻ. നമുക്ക് റെസ്റ്റ് എടുത്തിട്ട് പോവാം. ടെമ്പിളിലേക്ക് പോകുന്ന വഴിയിൽ ഒത്തിരി അപകടങ്ങളുണ്ട്. അതെ, രാത്രി ആവും മുമ്പ് നമുക്ക് പോവാം. വാ. അവിടെ എത്താൻ ഈ പാലം കടക്കണം. സ്റ്റെപ്പുകൾ തമ്മിൽ നല്ല ഗ്യാപ്പ് ഉണ്ട്. സൂക്ഷിച്ചില്ലെങ്കിൽ താഴെ പോകും. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഞാനില്ല ഈ പണിക്ക്. ഓരോരുത്തരായി പാലം കടക്കണം. ആദ്യം ഞാൻ. Come on! Come on, Raj! പേടിക്കാതെ വാ. രക്ഷിക്കൂ. ദേ, അത് കണ്ടോ? ഓടിക്കോ, അത് നമ്മളെ കൊല്ലും. ഓടരുത്. ഒരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? നിങ്ങൾ ഒളിച്ചിരിക്കെ, ഞാൻ അവനെ പാലത്തിൽ കയറ്റാം. പിന്നെ കണ്ടോ. Come on, follow me. ജൂമിന്റെ ഐഡിയ കലക്കി.
റോബോട്ടിന്റെ കാഴ്ച നേരെ മാത്രമാണ്, അതിന് താഴേക്ക് നോക്കാൻ പറ്റില്ല. രാജ്, നീ സ്റ്റെപ്പ് ഓടിച്ചത് നന്നായി. ജൂം, നീ ഒരു ഹീറോ ആണ്. തീർന്നില്ല ഫ്രണ്ട്സ്, ഇനിയും ഒത്തിരി അപകടങ്ങൾ വരാനുണ്ട്. പുഴ കടക്കാനുള്ള സ്റ്റെപ്പുകളാണ് ഈ കാണുന്നത്. പക്ഷെ ഇതിൽ ഏതോ ഒരു സ്റ്റെപ്പിൽ ചവിട്ടിയാൽ നമുക്ക് അപകടമാണ്. എന്താ അപകടം? അതറിയില്ലല്ലോ. അതേത് സ്റ്റെപ്പ്? ഞാനൊന്ന് കേറി നോക്കിയാലോ? വെറുതെ എടുത്തു ചാടി അപകടം വരുത്തേണ്ട ജൂം. പക്ഷെ നമുക്ക് ആ ടെമ്പിളിൽ എത്തിയല്ലേ പറ്റൂ. വേറെ വല്ല വഴിയുമുണ്ടെന്ന് നോക്കിയാലോ? അയ്യോ, ദേ ഇവൻ വീണ്ടും വരുന്നു. ഇവൻ രക്ഷപ്പെട്ടോ? ഒരു ഐഡിയ ഉണ്ട്. എന്ത്? ഈ റോബോട്ടിനെ പുഴയിലെ സ്റ്റെപ്പിൽ കയറ്റിയാലോ? അത് കൊള്ളാം. എന്താണ് അപകടം എന്ന് മനസ്സിലാവും. പക്ഷെ എങ്ങനെ അവനെ സ്റ്റെപ്പിൽ കയറ്റും? അതിന് ഇവൻ മതി. സ്റ്റാർട്ട്. പടി, സ്റ്റെപ്പിന്റെ അടുത്തേക്ക് പോ. സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, Step 4, Step 5. ദേ എല്ലാ സ്റ്റെപ്പുകളും വെള്ളത്തിൽ താഴുന്നു. അപ്പോ അതാണ് അപകടം. സ്റ്റെപ്പുകളെല്ലാം താഴ്ന്നു പോയല്ലോ. ഇനി നമ്മൾ എങ്ങനെ പോകും? അപ്പോ അതാണ് ഇതിലെ സൂത്രം. 5ാമത്തെ സ്റ്റെപ്പിൽ ആരും ചവിട്ടരുത്. ഓക്കേ. ആ റോബോട്ട് ഇനിയും വരുമോ? വരട്ടെ, നമുക്ക് ഫൈറ്റ് ചെയ്യാം. എന്തൊക്കെ അപകടം സംഭവിച്ചാലും നമ്മൾ ആ ടെമ്പിളിൽ എത്തുക തന്നെ ചെയ്യും. അമ്മോ, കണ്ടിട്ട് പേടിയാവുന്നു. ആ ടെമ്പിളിൽ എന്തോ വലിയ രഹസ്യമുണ്ട്. പെട്ടെന്ന് ആരും അവിടെ എത്താതിരിക്കാനാണ് ഇത്രയും മുൻകരുതൽ. ഈ റോക്ക് കവർ ചെയ്താൽ പിന്നെ ഈസി ആയിരിക്കും. പക്ഷെ ഒരാൾക്ക് കയറാനുള്ള വീതി മാത്രമേ സ്റ്റെപ്പിനുള്ളൂ. ഓരോരുത്തരായി ശ്രദ്ധിച്ച് കയറണം. അപ്പോ നമ്മുടെ സൈക്കിൾ എങ്ങനെ കയറ്റും? സ്റ്റോപ്പ്. ഐഡിയ. Come on, help! ഞാൻ മുകളിൽ എത്തിയിട്ട് ഈ വള്ളി ഇട്ട് തരാം. അത് കൊള്ളാം. എന്നിട്ട് ഈ വള്ളി സൈക്കിളിൽ കെട്ടി മുകളിലേക്ക് വലിച്ചു കയറ്റാം. എന്ത് ഭംഗിയാ! പക്ഷെ എങ്ങനെ നമ്മൾ അപ്പുറത്തെത്തും? ദേ, അത് നോക്കൂ.
അത് കണ്ടോ, ആ ഫ്ലവേഴ്സിന് മുകളിലൂടെയാണ് അപ്പുറത്തേക്കുള്ള വഴി. കണ്ടോ, ആ ലൈറ്റ് പാസ് ചെയ്ത് പോയപ്പോൾ ഫ്ലവേഴ്സ് അടഞ്ഞു. അപ്പൊ നമ്മൾ അതിൽ കുടുങ്ങും. ഇനി ലൈറ്റ് വരുമ്പോൾ ഞാൻ അപ്പുറത്തെത്താം. പക്ഷെ നമുക്ക് ആർക്കെങ്കിലും കടക്കാൻ പറ്റിയില്ലെങ്കിലോ? യെസ്, അത് അപകടമാണ്. ആ ലൈറ്റുകൾ സ്റ്റഡിയായി നിർത്തിയാൽ പൂവുകൾ വിടർന്നു തന്നെ നിൽക്കും, ഇല്ലേ? പക്ഷെ അതെങ്ങനെ? ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ജൂം, നീ ഒരു ഹീറോയാണ്. അങ്ങനെ നമ്മൾ ടെമ്പിളിനടുത്തെത്തി, അല്ലേ ഫ്രണ്ട്സ്? ഇനി നിസ്സാര ദൂരം മാത്രം. ഇനിയും എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാകുമോ? ഉണ്ടായാലും നമ്മൾ നേരിടും. നമ്മുടെ ഹീറോ ജൂം അല്ലേ കൂടെ ഉള്ളത്, പിന്നെന്താ? കം ഓൺ! വീണ്ടും പ്രശ്നമാണല്ലോ ഗൈസ്. ഇതെങ്ങനെ നമ്മൾ കടക്കും? അതിനല്ലേ ഈ ഞാനുള്ളത്. ഗേറ്റ് ഞാൻ പൊളിക്കും. അതൊരു ഇലക്ട്രിക് വേലിയാണ്. രാജ്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? മുന്നോട്ട് പോവാൻ ഒരു വഴിയുമില്ലല്ലോ. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് തിരിച്ചു പോകേണ്ടി വരുമോ? എന്തെങ്കിലും മാർഗമില്ലാതിരിക്കില്ല. നമുക്ക് നോക്കാം. ആ കേബിനുള്ളിലായിരിക്കും വൈദ്യുതി ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് ഉള്ളത്. ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആയി. തിരിച്ചു പോകുകയാണ് നല്ലത്. അത് വേണ്ട, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാകും. ഹേയ്, അത് നോക്ക്. ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാകുമെന്ന്. നീ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ആ ബലൂണിൽ കയറി അപ്പുറം കടക്കുന്നു. അത് റിസ്ക് ആണ്. റിസ്ക് എടുക്കാതെ വിജയമില്ല രാജ്. പോയി പണി നോക്കണ റോബോട്ടെ. വാവ്, വണ്ടർഫുൾ. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നു. എന്തൊക്കെ അത്ഭുതങ്ങളായിരിക്കും ഇതിന്റെ ഉള്ളിൽ. നമ്മൾ ഇതിനുള്ളിൽ കയറാൻ പോവല്ലേ, അപ്പൊ കാണാലോ. അത് എളുപ്പമായിരിക്കില്ല. വാ നോക്കാം. ദേ അങ്ങോട്ട് നോക്ക്, അവിടെ ഒരു ബോർഡ്. ഓഡ് ഈസ് ഡേഞ്ചർ എന്ന് വെച്ചാൽ എന്തായിരിക്കും?
എന്തായാലും നമുക്ക് നോക്കാം. ജൂം നിൽക്ക്. എന്താ? സ്റ്റെപ്പുകളിൽ ഓഡ് നമ്പറും ഈവൻ നമ്പറും എഴുതിയിട്ടുണ്ട്. ഇതിലെന്തോ രഹസ്യമുണ്ട്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്താലോ? രാജ്, നീ ഒരു വലിയ കല്ലെടുത്ത് ഓഡ് നമ്പർ എഴുതിയ സ്റ്റെപ്പിന് മുകളിൽ വെക്ക്. രാജ്, മാറിക്കോ. ഓ, ഓഡ് നമ്പർ എഴുതിയ സ്റ്റെപ്പുകളിൽ ചവിട്ടിയാൽ നമ്മളും ആ പാറ പോലെ ആവും. പക്ഷെ ആദ്യത്തെ ഈവൻ നമ്പർ 5-ാം സ്റ്റെപ്പിലാണ്. നമ്മൾ എങ്ങനെ അവിടെ എത്തും? ഇതിവിടെ വെച്ചിരിക്കുന്നത് വെറുതെ അല്ല. നമ്മൾ ഇതിൽ കയറി ഏറ്റവും മുകളിലുള്ള ഈവൻ നമ്പറിൽ എത്തുന്നു. കൃത്യമായി ഇറങ്ങിയില്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്ക. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ജൂം, ഇത് താഴുന്നില്ലല്ലോ. അയ്യോ, നമ്മൾ ഇനി എന്ത് ചെയ്യും? റാം, ബലൂണിന്റെ വള്ളികൾ മുറിക്കേ. റാം, വേഗം. നമ്മൾ സേഫായി ലാൻഡ് ചെയ്തിരിക്കുന്നു ഗൈസ്. ഇത് ശരിക്കും ചന്ദ്രനിൽ ഇറങ്ങിയത് പോലെ ഉണ്ട്. ഈ ഡോർ എങ്ങനെ തുറക്കും? ഹാൻഡിലും ലോക്കും ഒന്നും കാണുന്നില്ലല്ലോ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ദൈവമേ, എല്ലാവരും തല താഴ്ത്തിക്കോ. ഇപ്പൊ നമ്മുടെ കഥ കഴിഞ്ഞേന്. ഡോറ് തുറക്കാൻ എന്തെങ്കിലും വഴി കാണും. നമുക്ക് നോക്കാം. ഹേ ഗൈസ്, ഇത് നോക്കൂ. നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? നിക്ക്, ദേ സ്വിച്ചിന് ഇടയിലെ സൂചന കണ്ടോ? നടുവിലായി ഒരു സൺസെറ്റിന്റെ ചിത്രം കാണാം. അത് നോക്കണോ? സാധാരണ ഗ്രീൻ ബട്ടൺ സേഫും റെഡ് ബട്ടൺ അപകടവുമാണ്. അല്ല ജോയ്, ആ സൺസെറ്റിന്റെ ചിത്രം ഒരു സൂചനയാണ്. അതെ, സൺസെറ്റിന്റെ നിറം ഏകദേശം റെഡ് ആണ്. അപ്പൊ നമുക്ക് റെഡ് ബട്ടൺ പ്രസ് ചെയ്യാം. ഇതിലേതായിരിക്കും ആ കീ ഒളിഞ്ഞിരിക്കുന്ന ഈവൻ നമ്പർ? കറക്റ്റ് നമ്പർ അല്ല നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അപകടം ഉറപ്പാണ്. ഹേയ്, ഈ സൺസെറ്റിൽ തന്നെ അതിനുള്ള ക്ലൂ ഉണ്ട്. ഗൈസ്, സാധാരണ സൺസെറ്റ് നടക്കുന്ന സമയം എപ്പോഴാണ്? 5, 6, 7. ഇതിൽ ഏതെങ്കിലും സമയത്തായിരിക്കും. അതെ, ഇതിൽ 5ഉം 7ഉം ഓഡ് നമ്പറാണ്. അപ്പോ 6 ആയിരിക്കും. അതെ, നമുക്കൊന്ന് നോക്കാം. ജൂം, ഉറപ്പുണ്ടെങ്കിൽ മതി. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്നറിയില്ല. എന്തായാലും ഞാനൊന്ന് ട്രൈ ചെയ്തു നോക്കാം. ഇതെന്തായി സംഭവിക്കുന്നത്?
അപ്പോ നമ്മൾ ടെമ്പിളിന്റെ അകത്തേക്ക് കയറാൻ പോകുകയാണ്. എന്തൊക്കെ സർപ്രൈസ് ആയിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത്? ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. വൗ, വണ്ടർഫുൾ. പക്ഷെ ഇതിനുള്ളിൽ ഒന്നുമില്ലല്ലോ. അയ്യോ, ഡോർ അടഞ്ഞല്ലോ. വേറെ വാതിലൊന്നും കാണുന്നില്ലല്ലോ. ഇത് തുറക്കുന്നില്ല ഗായ്സ്. നമ്മൾ ഇതിനുള്ളിൽ പെട്ടെന്നാ തോന്നുന്നത്. ഇല്ല ഗായ്സ്, എന്തെങ്കിലും വഴിയുണ്ടാവും. നമുക്ക് നോക്കാം. ദേ, ഇങ്ങോട്ട് നോക്ക്. ഇതിൽ എന്തോ എഴുതിയിട്ടുണ്ടല്ലോ, പക്ഷെ വ്യക്തമല്ല. ലൈറ്റ് വിൽ ഗൈഡ് യു ഓൺ ദ റൈറ്റ് പാത്ത്. എന്തായിരിക്കും ഇത് അർത്ഥമാക്കുന്നത്? റാം, നിന്റെ മൊബൈലിലെ ടോർച്ച് ഓൺ ചെയ്യ്. അത് കണ്ടോ? ഇവിടെ നല്ല വെളിച്ചമുണ്ടല്ലോ, പിന്നെ എന്തിനാ ടോർച്ച്? ടോർച്ചിൽ നിന്നും പോകുന്നത് അൾട്രാ വയലറ്റ് ലൈറ്റ് ആണ്. ഇതിലേതായിരിക്കും ശരിയായ വാതിൽ? ശരിയായ വാതിൽ സെലക്ട് ചെയ്തില്ലെങ്കിൽ അപകടം ഉറപ്പാ. ദേ, അതൊരു സെൻസർ അല്ലേ? ഓ മൈ ഗോഡ്, ജൂം, വേഗം വാതിലടയ്ക്ക്. എങ്ങനെ? യെസ്, പിടികിട്ടി. ശരിയായ വാതിൽ സെലക്ട് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മൾ അപകടത്തിൽ പെടും. ഇതിൽ ഏത് ഡോർ ആയിരിക്കും? ലൈറ്റ് യഥാർത്ഥ വഴി കാണിച്ചു തരും. യെസ്, പിടികിട്ടി. സൂര്യവെളിച്ചം വീഴുന്ന ഭാഗം കണ്ടോ? ഫ്രണ്ട്സ്, ഒത്തിരി തടസ്സങ്ങൾ നേരിട്ടാണ് നമ്മൾ നിധിയിരിക്കുന്ന സ്ഥലത്തെത്തിയത്. ജൂം, നിന്റെ ബുദ്ധിയും കഴിവുമാണ് നമ്മളെ സഹായിച്ചത്. താങ്ക് യു. പക്ഷെ ഇനിയാണ് കൂടുതൽ അപകടങ്ങൾ എന്ന് തോന്നുന്നു. ജൂം, എനിക്ക് നിധി കാണാൻ കൊതിയാവുന്നു. വാ, പെട്ടെന്ന് പോകാം. കം ഓൺ. ഇനിയും വാതിലോ? ഇതെന്താ? ഈ ഫിഷിൽ എന്തോ എഴുതിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ കറങ്ങുമ്പോൾ നമ്മൾ എങ്ങനെ വായിക്കും? വെയിറ്റ്, ഓരോ കറക്കത്തിലും ഓരോ അക്ഷരം വായിക്കാമല്ലോ. ജൂം, നീ ബുദ്ധിമാനാണടാ. ഇ വൈ ഇ ഐ. അതിന്റെ അർത്ഥം എന്താ? ഒന്നും കൂടിയുണ്ട്. ആരോ. ഐ ആൻഡ് ആരോ എന്തായിരിക്കും? മുൻപുള്ള വാതിൽ തുറക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്തത് ലൈറ്റ് അല്ലേ? അതെ, ലൈറ്റ് യഥാർത്ഥ വഴി കാണിച്ചു തരും എന്നല്ലേ കണ്ടത്? റാം, ടോർച്ച് ഓൺ ചെയ്യേ.
അതിന്റെ കറക്കം നിന്നു. ഫ്രണ്ട്സ്, എനിക്ക് കാര്യം മനസ്സിലായി. ഈ അമ്പ് ഫിഷിന്റെ കണ്ണിൽ ഷൂട്ട് ചെയ്യണം. അതാണ് വാതിൽ തുറക്കാനുള്ള മാർഗം. ഇത് പുരാണ കഥകൾ പോലെ ഉണ്ടല്ലോ. അതെ, നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ജൂം, വേഗം ഷൂട്ട് ചെയ്യ്. അയ്യോ, എന്റെ തല പോയില്ല, തൊപ്പി പോയി. ജൂം, ഇത് അപകടമാണ്, കണ്ടില്ലേ? ഫിഷിന്റെ കണ്ണ് അമ്പിന് നേരെ വരുന്നതിന് 1 സെക്കൻഡ് മുൻപ് ഷൂട്ട് ചെയ്യണം. അതെ, എന്നാലേ ഗ്ലാസ് ജാർ തകർന്ന് കണ്ണിൽ കൊള്ളൂ. ജൂം, നിനക്കതിന് പറ്റിയില്ലെങ്കിൽ നമ്മളൊക്കെ കുടുങ്ങും. നീ കലക്കിടപടി. Come on guys, നമുക്ക് നിധിയുടെ അടുത്തേക്ക് പോവാം.